ഈ ഡാറ്റ ശേഖരിക്കുന്നത് വഴി വാട്സാപ്പ് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്, ഏത് വിവരങ്ങളാണ് വാട്സാപ്പ് നമ്മളിൽ നിന്ന് ശേഖരിച്ചത് എന്ന് മനസ്സിലാക്കാനായി വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സിൽ പോയി ഒരു റിക്വസ്റ്റ് കൊടുത്താൽ നമസ്കാരം, VisiVibe ചാനലിൽ നിന്ന് ഞാൻ ശ്രീകുമാർ. വീഡിയോ മാർക്കറ്റിംഗിലൂടെ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനും ഓർഗാനിക്കലി ഗ്രോ ചെയ്യാനുമുള്ള ടിപ്സ്, ട്യൂട്ടോറിയൽ വീഡിയോകൾ എന്നിവ ബ്ലോഗേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടാതെ ബിസിനസ് ഓണേഴ്സിനും വേണ്ടി അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് VisiVibe. വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ മിസ്സാകാതിരിക്കണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബെൽ ബട്ടൺ ഓൾ എന്നാക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഒരാഴ്ചയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടിപ്സുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വാട്സാപ്പ് നമ്മളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്, അത് എന്തൊക്കെ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വാട്സാപ്പിന് ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി. വാട്സാപ്പിലേക്ക് അങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്താൽ 3 ദിവസം കൊണ്ട് അവർ നമുക്ക് ഒരു വിശദമായ റിപ്പോർട്ട് അയച്ചു തരുന്നതാണ്. അതൊരു സിപ്പ് ഫോർമാറ്റിലായിരിക്കും അവർ അയച്ചു തരിക. എങ്ങനെയാണ് നമുക്ക് ഇത് റിക്വസ്റ്റ് ചെയ്യാവുന്നതെന്ന് പരിശോധിക്കാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് വലതുവശത്ത് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് പേജിൽ പോയി അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ അക്കൗണ്ട് പേജിലെ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. 3 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് ലഭ്യമാകും എന്ന വിവരം നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ റിക്വസ്റ്റ് അയച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. അക്കൗണ്ട് ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഡൗൺലോഡ്, എക്സ്പോർട്ട് റിപ്പോർട്ട്, ക്യാൻസൽ റിക്വസ്റ്റ് തുടങ്ങിയവയുടെ സ്ക്രീൻഷോട്ടാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. വിശദവിവരങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ FAQ പേജിൽ വായിച്ചു നോക്കാവുന്നതാണ്. ഇനി റിക്വസ്റ്റ് എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്ന് നോക്കാം. ഒരിക്കൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത. എങ്കിലും റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടാൻ ഉള്ള സാധ്യത ഇപ്രകാരമാണ് ഉള്ളത്. വാട്സാപ്പ് അക്കൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, അതായത് നിങ്ങളുടെ നമ്പർ ചേഞ്ച് ചെയ്യുകയോ വാട്സാപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ആകും. വാട്സാപ്പ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ 3 ദിവസത്തിന് ശേഷം യുവർ അക്കൗണ്ട് ഇൻഫോ റിപ്പോർട്ട് ഈസ് നൗ അവൈലബിൾ എന്ന മെസ്സേജ് ഫോണിൽ ലഭിക്കും. റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ സ്ക്രീനിൽ ഈ റിപ്പോർട്ട് എത്ര ദിവസത്തേക്ക് വാട്സാപ്പിൻ്റെ സെർവറിൽ ലഭ്യമായിരിക്കും എന്നും കാണാൻ കഴിയും. ഡൗൺലോഡ് റിപ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മൈ അക്കൗണ്ട് ഇൻഫോ എന്ന ഒരു സിപ്പ് ഫയൽ ഫോണിൽ ഡൗൺലോഡ് ആകും. ഡൗൺലോഡ് ചെയ്ത റിപ്പോർട്ട് നിങ്ങൾക്ക് വാട്സാപ്പിനുള്ളിൽ കാണാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക. പകരം നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷനുമായി ഷെയർ ചെയ്യാനായി എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ ഇമെയിലിൽ അറ്റാച്ച് ചെയ്യാനും തുടർന്ന് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഈ റിപ്പോർട്ട് തുറക്കാൻ കഴിയും. ഇനി ഈ റിപ്പോർട്ട് വാട്സാപ്പിന്റെ സെർവറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് കരുതുക. എങ്കിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്താൽ മതി. ഇത് പിന്നീട് ആ ഒരു സെർവറിൽ സൂക്ഷിക്കുന്നതല്ല. മാത്രമല്ല വാട്സാപ്പ് അക്കൗണ്ടിലെ ഡാറ്റകൾ ഒന്നും തന്നെ ഡിലീറ്റ് ആകുന്നില്ല എന്നും വാട്സാപ്പ് വ്യക്തമാക്കുന്നുണ്ട്. വീണ്ടും റിപ്പോർട്ട് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്സാപ്പിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് 3 ദിവസം വരെ കാത്തിരിക്കണം. എന്റെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ വലിപ്പം ഏകദേശം 124 KB ആയിരുന്നു. നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നും ഡാറ്റ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റ റിപ്പോർട്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാട്സാപ്പിൽ നിന്ന് ലഭിക്കുന്ന ഫയലിന്റെ സൈസ് വളരെ ചെറുതാണ്. ഇനി നമുക്ക് വാട്സാപ്പ് എന്ത് ഡാറ്റയാണ് ശേഖരിക്കുന്നതെന്ന് നോക്കാം. വാട്സാപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മുടെ ഫോൺ നമ്പർ, അതിൽ കൊടുത്ത പേര്, പ്രൊഫൈൽ ഫോട്ടോ, സ്റ്റാറ്റസ് മെസ്സേജ്, ഇവ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ മോഡൽ, മാനുഫാക്ചറുടെ പേര്, മൊബൈലിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടായിരുന്ന സമയം, ഓഫ്ലൈനിൽ ആയ സമയം, ഇതിന് ഇടയിൽ ഇനാക്റ്റീവായ ടൈം, കൂടാതെ നിങ്ങളുടെ എല്ലാ കോൺടാക്ട്സുകളും, നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഗ്രൂപ്പ് നെയിംസ് പോലുള്ള അക്കൗണ്ട് ഇൻഫർമേഷൻ അതും ഈ റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നു. വാട്സാപ്പ് ഉപയോഗിച്ച വെബ്, ഡെസ്ക്ടോപ്പ് വെർഷൻ ഡീറ്റെയിൽസ്, വാട്സാപ്പ് വെബിനായി ഉപയോഗിച്ച പ്ലാറ്റ്ഫോം ഏതാണ് തുടങ്ങിയ വിവരങ്ങളും കാണാൻ കഴിയും. വാട്സാപ്പിൽ നിങ്ങൾ ചാറ്റ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കോൺടാക്റ്റുകളുടെയും ഒരു വലിയ ലിസ്റ്റ് വാട്സാപ്പ് നൽകിയിട്ടുണ്ട്. അവസാനമായി ചെയ്ത സെറ്റിംഗ്സ്, പ്രൊഫൈൽ ഫോട്ടോ, പ്രൈവസി, സ്റ്റാറ്റസ് പ്രൈവസി തുടങ്ങിയ ഡീറ്റെയിൽസും ഇതിലുണ്ട്. നിങ്ങൾ ബ്ലോക്ക് ചെയ്ത എല്ലാ നമ്പറുകളുടെയും ഒരു ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റീഡ് റിസിപ്റ്റുകൾ ഓണാക്കിയിട്ടുണ്ടോ, നിങ്ങൾ 2016-2018 സേവന നിബന്ധനകൾ അംഗീകരിച്ചു എന്നും ഉൾപ്പെടുന്നു. കൂടാതെ വാട്സാപ്പിൽ നിന്ന് ഡാറ്റ റിപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്തതിന്റെയും റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തതിന്റെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കുമായി ഡാറ്റ പങ്കിടൽ ഒഴിവാക്കിയോ എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. നമുക്കറിയാം വാട്സാപ്പിന് പേയ്മെന്റ് ഗേറ്റ്വേ സർവീസുകളുണ്ട്. ഇതിന്റെ സേവന നിബന്ധനകളെ കുറിച്ചും ഒരു ഉപഭോക്താവ് ഇവ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ സമയത്തെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വാട്സാപ്പിലെ കോൾ ലോഗുകളുടെ ഡാറ്റയെക്കുറിച്ച് സംസാരിക്കാം. വാട്സാപ്പ് പറയുന്നത് കോൾ ലോഗുകളുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കില്ലെന്നാണ്.
സിപ്പ് ഫയലിലെ 2 ഫയലുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൾ ലോഗ് ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അതിൽ കാണാൻ കഴിയില്ല. അതായത് നമ്മൾ ആരെയാണ് വിളിക്കുന്നതെന്നും ഏത് സമയത്താണ് വിളിച്ചതെന്നുമുള്ള ഡാറ്റ വാട്സാപ്പ് സൂക്ഷിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാസ്തവത്തിൽ ഈ വിവരങ്ങളുടെ ഒരു ട്രാക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലിന് സൈസ് വളരെ കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് ലഭിച്ച ഫയലിന്റെ സൈസ് 124 KB മാത്രമാണ്. നിങ്ങളുടെ വാട്സാപ്പിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫയൽ റിപ്പോർട്ടിന്റെ സൈസ് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കമന്റ് ചെയ്യുക. ഇനി കോൺടാക്ട് വിവരങ്ങളെക്കുറിച്ച് എൻ്റെ ഡാറ്റ റിപ്പോർട്ടിൽ എല്ലാ കോൺടാക്റ്റുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ സന്ദേശം അയച്ച എല്ലാ ഫോൺ നമ്പറുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലെ കോൺടാക്റ്റിന്റെ പേരിൽ ഉൾപ്പെടുന്നില്ല. വാസ്തവത്തിൽ പുതിയ സ്വകാര്യത നയത്തിൽ പോലും കോൺടാക്ട്സുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നില്ലെന്ന് വാട്സാപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പുകളെ കുറിച്ച് വാട്സാപ്പ് എന്ത് വിവരമാണ് ശേഖരിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഞാൻ നിലവിൽ അംഗമായിരുന്ന എല്ലാ ഗ്രൂപ്പുകളുടെയും ഡീറ്റെയിൽസ് ഈ ഡാറ്റ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞു. ഇത് വളരെ ഒരു ദൈർഘ്യമേറിയ ഒരു പട്ടികയാണ്. നിങ്ങളുടേത് ചിലപ്പോൾ ദൈർഘ്യമേറിയതാകാം. പക്ഷേ ഗ്രൂപ്പ് അംഗങ്ങൾ, ഗ്രൂപ്പ് വിവരണം, ഗ്രൂപ്പ് ഐക്കൺ ഫോട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും പോലുള്ള ഗ്രൂപ്പുകളെ കുറിച്ച് മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് വാട്സാപ്പ് പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസും സൂക്ഷിക്കുന്നത്? നിലവിൽ പോളിസി വരുമ്പോൾ ഇത് ഫേസ്ബുക്കുമായി പങ്കിടുമോ തുടങ്ങിയ സംശയങ്ങൾ നമ്മൾ ഏവരിലും ഉണ്ടാകും. അക്കൗണ്ടിനായി ഞാൻ ഉപയോഗിച്ച നിലവിലെ പ്രൊഫൈൽ ഫോട്ടോയും സ്റ്റാറ്റസ് ഡീറ്റെയിൽസും എന്റെ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലെയും സ്റ്റോറികൾ പോലെയാണ്. സ്റ്റാറ്റസ്, പ്രൊഫൈൽ ഫോട്ടോ മുതലായ ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഈ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് വാട്സാപ്പിന്റെ പ്രൈവസി പോളിസിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പിൽ ഓൺലൈൻ ആയിരിക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് വാട്സാപ്പ് ശേഖരിക്കുന്നതെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഡാറ്റ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ കണക്ഷൻ സ്റ്റേറ്റ് എന്താണ്, ഓൺലൈൻ ഓഫ്ലൈൻ ഡീറ്റെയിൽസുകൾ, ഇനാക്റ്റീവ് ടൈം, മുമ്പത്തെ IP കണക്ഷൻ, നിലവിലുള്ള IP കണക്ഷൻ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ ആക്റ്റീവ് ആണെന്നും ഇതിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ ശ്രീകുമാർ, സൈനിങ് ഓഫ്.